ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ്, അൺലിമിറ്റഡ് ആയിട്ട് ലൈക്സ്, അൺലിമിറ്റഡ് ആയിട്ട് റീൽസ്, വ്യൂസ് ഒക്കെ വേണം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഈ പറഞ്ഞ ഫോളോവേഴ്സ്, ലൈക്സ് വാങ്ങാൻ സാധിക്കുന്ന കേരളക്കാരിറക്കിയ അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, വാട്സാപ്പ് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ആയ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റ് നമ്മളൊരു പ്രത്യേകതയായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല, അതേപോലെ നമ്മൾ ഇതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട്. ജസ്റ്റ് അവർ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ക്രിയേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ജസ്റ്റ് ലോഡിങ് ആവുന്നുണ്ട്. ഓക്കെ, അവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ നെയിം എൻ്റർ ചെയ്യുക. ഫുൾ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഇമെയിൽ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. നെയിമാണ് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നെയിം എൻ്റർ ചെയ്യുന്നു. എൻ്റെ പേര് അമൽ കൃഷ്ണൻ ആൻഡ് ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത ശേഷം നമ്മളോട് പാസ്വേഡ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ കൺഫേം പാസ്വേഡിൽ മേളിൽ കൊടുത്ത സെയിം പാസ്വേഡ് തന്നെ കൊടുക്കുക. ശേഷം നമ്മൾ താഴത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്കിതിലൊരു അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ജസ്റ്റ് താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ എത്രയൊക്കെ ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. ജസ്റ്റ് താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ സർവീസ് എന്നുണ്ട്. ഈ സർവീസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സർവീസ് ഉണ്ട്, കാണാൻ സാധിക്കും. നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോസ് കൂട്ടാം, ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടാം, ഇൻസ്റ്റാഗ്രാം വ്യൂസ് കൂട്ടാം, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് വരെ കൂട്ടാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുന്നു. സർവീസ് എന്നുള്ളതിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ താപ്പോട്ട് നീക്കി വരികയാണെങ്കിൽ ലിങ്ക് ചോദിക്കുന്നുണ്ട്. സോ ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്തെ ഒന്നെങ്കിൽ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം കൊടുക്കുക. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം എന്നാൽ മാത്രമേ കയറുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചോ. പിന്നെ നമുക്കിവിടെ ഏറ്റവും താഴെ ക്വാണ്ടിറ്റി എന്നുള്ള ബോക്സ് ഉണ്ട്. അതെന്താണെന്നറിയോ, നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സാണ് വേണ്ടതെന്നുള്ളത് അതവിടെ നിന്ന് എൻ്റർ ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ 100 ഫോളോവേഴ്സ് എൻ്റർ ചെയ്യാണ്. 100 ഫോളോവേഴ്സിന് വെറും 28 രൂപയുള്ളൂ. 1000 ഫോളോവേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യാണ്. 1000 ഫോളോവേഴ്സിന് വെറും 250 രൂപയുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ സർവീസ് എന്നുള്ളിടത്ത് മേളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ലൈക്സ് സെലക്ട് ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ലൈക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ താപ്പോട്ട് നീക്കി വരുമ്പോൾ ഇവിടെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. അവിടെ എന്തിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കിട്ടുന്നത് ആ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക. ശേഷം ക്വാണ്ടിറ്റി എത്ര ലൈക്സ് ആണോ വേണ്ടത് അതവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 100 ലൈക്സ് എൻ്റർ ചെയ്യുന്നു. 100 ലൈക്സിന് വെറും 6 രൂപയെ വരുന്നുള്ളൂ ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 1000 ലൈക്സിന് 60 രൂപയെ വരുന്നുള്ളൂ. അതാണ് ഇവിടെ താഴെ കാണിക്കും പ്രൈസ് വന്നിട്ട്. ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കും, താഴെ കാണിക്കും പ്രൈസ്, കണ്ടോ, 60 രൂപ. അതേപോലെ തന്നെയാണ് റീൽസ് വ്യൂസ്. ഇൻസ്റ്റാഗ്രാം റീൽസ് വ്യൂസ് സെലക്ട് ചെയ്യുക. 1000 വ്യൂസിന് 30 രൂപ. 100 വ്യൂസൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവിടെ നമ്മൾ 1000 സബിന് നമുക്കിവിടെ ലിങ്ക് കൊടുക്കാം. യൂട്യൂബ് ചാനലിൽ ലിങ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും മേളിൽ തന്നെ 3 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ വാച്ച് ദിസ് വീഡിയോ എന്നുണ്ട്. ആ വീഡിയോ കണ്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് റിവ്യൂ ഓഫ് ചെയ്തിട്ട് വേണം ഓർഡർ ചെയ്യാൻ കേട്ടോ. ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണ്. പിന്നെ അതേപോലെ ഈ വെബ്സൈറ്റിൻ്റെ താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ അവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയേണ്ടത്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറൻറ്റ് ബാലൻസ് വേറെ 0 അല്ലേ. അപ്പം നമ്മൾ 100 ഫോളോവേഴ്സിനൊക്കെ 28 രൂപയാണ് വരുന്നത്. 50 ഫോളോവേഴ്സിന് 1 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് നൗവിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് വളരെ സിമ്പിളാണ് പേയ്മെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ. വളരെ സിമ്പിളാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ വന്നിട്ട് ഈ ക്യു ആർ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ആണോ, പേടിഎം ആണോ, ഫോൺ പേ ആണോ, ഏതെങ്കിലും വഴി പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിനകത്ത് കിട്ടുന്നൊരു ട്രാൻസാക്ഷൻ ഐ ഡി ഉണ്ട്. അത് ഈ മേളത്തെ ബോക്സിനകത്ത് കൊടുക്കുക. ശേഷം താഴെ എമൗണ്ട് എന്നുള്ള ബോക്സിൽ എമൗണ്ട് എൻ്റർ ചെയ്യുക. നമ്മൾ എത്രയാണോ ഇപ്പോൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തത് ആ എമൗണ്ട് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് കിട്ടുന്ന ട്രാൻസാക്ഷൻ ഐ ഡി മേളിലും എൻ്റർ ചെയ്യുക. എന്നിട്ട് പേ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ടിക്ക് മാർക്ക് ആവും. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഏറ്റവും ബാലൻസിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എഴുതിയിട്ടുണ്ട്, പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്. പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്ത്
പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ ബോക്സിൽ എന്താ കൊടുക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുക്കേണ്ടത്? പേടിഎം വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന UPREF നമ്പറുണ്ട്, അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ട്രാൻസാക്ഷൻ ID കിട്ടും, അതാണ് ഈ മേളത്തെ ബോക്സിൽ എൻ്റർ ചെയ്യേണ്ടത്. ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ UTR ID കിട്ടും, അതാണ് മേളത്തെ ബോക്സിൽ എൻ്റർ ചെയ്യേണ്ടത്. മേളത്തെ നിങ്ങൾ ഏത് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസാക്ഷൻ ID മേളിൽ എൻ്റർ ചെയ്യുക. ശേഷം ഈ എമൗണ്ട് എന്നുള്ള ബോക്സിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് എത്രയാണോ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് പേ കൊടുത്താൽ ഇതിലേക്ക് ആഡാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഇതിൽ നിന്ന് ഫോളോസ് ഓർഡർ ചെയ്ത് പ്രൂഫ് കാണിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇൻസ്റ്റഗ്രാം ലോഗോയോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത വീഡിയോ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കേരളക്കാരിറക്കിയ keralabooster.com വെബ്സൈറ്റാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫോളോസ്, ലൈക്സ്, വ്യൂസും എല്ലാം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രസ്റ്റഡ് ആണ്. വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും വീഡിയോ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീട്ടിൽ കാണാം. ബൈ ഗൈസ്.